ഈ 3rd ഫ്ലോർ എന്റെ സ്വന്തമാ. ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കും. ഇതെന്റെ ഭാര്യ. ഇവളെയും കൊണ്ട് പീഡിയ തിണ്ണയിൽ പോയി കിടന്നുള്ള അനുഭവം അറിയാലോ. കൊതുക് കുത്തിക്കൊല്ലും. നിങ്ങൾ എവിടെ വേണോ പോയി കിടന്നോ, ഈ ഫ്ലോറിൽ കിടക്കാൻ പറ്റില്ല. ഇതിന്റെ മുകളിൽ വേറെ ഫ്ലോർ ഉണ്ടോ? നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങിപ്പോ. ഇവിടെ സ്പേസ് ഉണ്ടല്ലോ ഞങ്ങളെ രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്യാൻ. കണ്ട തെണ്ടികൾക്കൊക്കെ നിറങ്ങാനുള്ള സ്ഥലമല്ലത്. അങ്ങനെ അവഹേളിക്കല്ലേ ദേവരാജ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളല്ലേ. എന്തോന്ന് ബന്ധം? എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓമന കുഞ്ഞമ്മ ഇവളുടെ മമ്മിയുടെ അമ്മയുടെ അമ്മാവന്റെ മോളാണല്ലോ. അത് പോട്ടെ, എവിടെ ചേച്ചി നിങ്ങളുടെ അമ്മാവന്റെ ഭാര്യയായിരുന്നല്ലോ. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയുടെ അനുജത്തിക്കും പെങ്ങടെ മക്കൾക്കും ഏതാണ്ട് തുല്യ അവകാശി വീട്ടിലില്ലേ? ശരിയോ? എന്തോന്ന് ശരി? നമ്മൾ എല്ലാവരും തെണ്ടിക്കേറി വന്നവർ തന്നെയാ ദേവരാജ. നിങ്ങൾ ആദ്യം തേണ്ടി, പിന്നെ ഞങ്ങൾ തേണ്ടി, പിന്നെ ഇവിടെ ആകെ തേണ്ടി. ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ചും ഈ ഫ്ലോറിൽ. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കും ഇവിടെ പറ്റില്ല ദേവരാജ. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? നമുക്ക് എല്ലാവർക്കും കൂടി സബ് ജയിലിൽ പോയി കിടക്കാം. അവിടെ ആവുമ്പോ അത് നിന്റെ മുറി ഇത് എന്റെ മുറി എന്നുള്ള തർക്കം വേണ്ടി വരില്ലല്ലോ. എനിക്ക് സബ് ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നരേന്ദ്രൻ തമ്പിയെ കൊന്നതിന് പിന്നിൽ ആരാണെന്ന് പോലീസ് ചോദിച്ചാൽ ഞാൻ അപ്പോഴേ പറയും തമ്പിയുടെ പെങ്ങടെ മക്കളാണെന്ന്. നീ അങ്ങനെ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? തെളിവുണ്ടോ? തെളിവുണ്ടല്ലോ. 1 മിനിറ്റ്. ഇവനെന്താ വട്ടുണ്ടോ? ചെറുതായിട്ട്. എപ്പോഴുമില്ല, കൊലപ്പുള്ളികളെ കാണുമ്പോ മാത്രം. ഇത് നീയും ഹരീഷും കൂടി ബത്തേരിയിലെ ഹോട്ടലിൽ. തമ്പി കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസത്തെ ഫോട്ടോ. ക്യാമറ കള്ളം പറയത്തില്ല. ഇത് നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ. നീയും കൊലയാളി സംഘവും. ഇത് മാത്രമല്ല, വേറെയും തെളിവുണ്ട്. തൽക്കാലം ഇത്രയും മതിയല്ലോ. നീ ആരാ? ഞാനൊരു പാവം CID. CID? അതെ, CID ജെയിംസ് ഊട്ടി. കണ്ടാ തോന്നില്ലല്ലേ? ഞാൻ അറിഞ്ഞ വിവരങ്ങളൊന്നും ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല. എപ്പോ വേണമെങ്കിലും കൈമാറാം. അതാ ഞാൻ പറഞ്ഞത്, സബ് ജയിലിലും വേണമെന്ന് വെച്ചാൽ നമുക്ക് മുറി കിട്ടുമെന്ന്. നമുക്ക് തൽക്കാലം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതല്ലേ നല്ലത്? എന്തു പറയുന്നു? നമ്മൾ ബന്ധുക്കളല്ലേ ദേവരാജ? ആണോ? അതെ. ആ എന്നാ കൈയോട്. വെറുതെ അതിലിട്ട് ഗുസ്തി പിടിക്കണ്ട. പുറമേന്ന് ഇരുമ്പ് ചട്ടം വെച്ച് ക്രോസ് ചെയ്ത് ആണി അടിച്ചിട്ടുണ്ട്.
തന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ. മാറും കിട്ടും. പുറത്ത് വേറെ ആളുകൾ നിൽപ്പുണ്ട്. പഴുതാരിയെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്. ദാ ഇത്രയും നീളമുള്ളത്. ഒന്ന് കുത്തിയാൽ 2 ആഴ്ചത്തേക്ക് നമ്മൾ കിടന്ന് പുളയും. അത്രയ്ക്ക് വിഷമാ. ആ, അതിന് ഇത്രയും നീളമുണ്ടെന്ന് വിചാരിച്ചോ? ഇതിന്റെ കുത്തിയിട്ടേ ചത്തുപോവും. എന്താണോ ഇത്രയും തുറച്ചു നോക്കുന്നേ? തനിക്ക് സ്ത്രീകളെ മര്യാദയ്ക്ക് നോക്കാൻ അറിയില്ലേ? അവൾ ഇപ്പൊ തന്നെ വനിതാ സെല്ലിൽ കൊണ്ടേ പരാതി കൊടുക്കും. താൻ നോക്കണ്ട. വെറുതെ രക്ഷപ്പെടാൻ നോക്കണ്ട, നടക്കില്ല. തുരങ്കം വല്ലതും നീ കണ്ടുപിടിച്ചോ പുറത്തു കിടക്കാൻ? എടീ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ചട്ടന പൊട്ടൻ ചതിച്ച പൊട്ടന ദൈവം ചതിക്കും. എന്നെ ചതിച്ച് കോടിപതിയാവാൻ പോയ നീ ഇപ്പൊ എവിടെ എത്തി? നല്ല ഒന്നാം തരം പണിയിട്ടില്ലേ? ഇവിടുന്ന് ഞാൻ കടക്കും. അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും. ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മഹത്യ ചെയ്യുക. അപ്പോ നിനക്കൊരു ആത്മാവാൻ പറ്റും. ആവി സിഗരറ്റിന്റെ പുക പോലെ. പിന്നെ നിനക്ക് ജനലിലൂടെയോ വാതിലിന്റെ വിടവിലൂടെയോ പുറത്തേക്ക് പോവാം. ഇത് എവിടെ ഈ സ്ഥലം? ഈ പരിസരത്തെങ്ങും മനുഷ്യരാരും ഇല്ലേ? ആരും ഉണ്ടാവില്ല. ഡേ, മനുഷ്യന് സ്വത്തിനോട് ഇത്ര ആർത്തി പാടില്ല. അത് നിന്നെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നേ? നിനക്ക് ഞാൻ ശീതളിന്റെ പേരുള്ള മുംബൈയിലെയും പൂനെയിലെയും സ്വത്തെല്ലാം വിട്ടുതരാമെന്ന് സമ്മതിച്ചല്ലേ? അപ്പൊ നിനക്ക് പോരാ. ഇപ്പൊ എന്തായി? തരാന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, തന്നില്ലല്ലോ. തമ്പി തരാന്ന് പറഞ്ഞാൽ തരും. ശീതളിന് പ്രായപൂർത്തിയാവുമ്പോ ഞാൻ എഴുതി തരാന്ന് പറഞ്ഞതല്ലേ? അപ്പൊ നിനക്ക് തലയും ഉടലും കൈയും കാലും എല്ലാം കൂടി ചേർത്ത് ഉടലോടെ വിഴുങ്ങണം. ഇനി നിനക്ക് ഈ സദാനന്ദന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? നീ എന്താ അയാളോട് ചെയ്തത്? എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് കൊലക്കത്തി കഴുത്തിൽ വീഴുമ്പോൾ എനിക്ക് മനസ്സിലായിക്കോളും. അയാൾ എന്നെ കൊല്ലുവോ? ഇല്ല, തീറ്റ തന്ന് വളർത്തും. എന്നിട്ട് നീ കുറച്ചുകൂടി തടി വെച്ച് കഴിയുമ്പോ ഇറച്ചി വിൽപ്പനക്കാർക്ക് നല്ല വിലക്ക് വിൽക്കും. എന്നിട്ട് ഇയാളെ ഇതുവരെ തൂക്കി വിറ്റില്ലല്ലോ. ഒരേ ത്രാസിലിട്ട് തൂക്കല്ലേ. എങ്കിൽ നീ എന്നോട് സത്യം പറ, നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ? അയാളും നീയും തമ്മിൽ എന്താ ഇടപാട്? എന്നെ കൊന്ന കുറ്റം നിന്റെ തലയിലുണ്ടെന്ന് അയാൾക്കറിയാം. ഇനി നിന്നെ കൊല്ലുന്ന കുറ്റം അയാൾ എന്റെ തലയിൽ വെക്കുമായിരിക്കും. അതുകൊണ്ടാ ചോദിക്കുന്നേ. എനിക്ക് അയാളുമായി യാതൊരു ഇടപാടും ഇല്ല. പിന്നെ എന്തിനാ അയാൾ നിന്നെ പൊക്കി? എനിക്കറിയില്ല. അറിഞ്ഞാലും ഇല്ലെങ്കിലും നീ ചാകാൻ ഒരുങ്ങിക്കോ. നിന്നെ പോലെ ഒരുത്തി ഇവിടെ കൊണ്ടുവന്ന് കുരുതി കഴിച്ചോളാന്ന് അയാൾ എവിടെയെങ്കിലും വഴിപാട് നടന്നിട്ടുണ്ടാവും. ഇതെവിടെ പോയി? അമ്മേ, അമ്മേ, ദാ വരുന്നു. എന്താ വിജിതേ? അമ്മ എന്റെ മൊബൈൽ എടുത്തോ? ഇല്ല. പിന്നെതെവിടെ പോയി? ഹാളിലോ അടുക്കളയിലോ എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും. അമ്മയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ. അയ്യോ, ഇത് എവിടെ കൊണ്ടുപോയി വെച്ചു? അയ്യോ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. സ്വിച്ച് ഓഫ് എന്നാണല്ലോ വിജിതേ പറയുന്നത്. ബാറ്ററിയുടെ ചാർജ് തീർന്നതാണോ? അമ്മേ, ഞാൻ രാവിലെ ചാർജ് ചെയ്തതാ. അരമണിക്കൂർ മുമ്പ് ചേട്ടൻ വിളിക്കുകയും ചെയ്തു. എങ്കിൽ സംശയിക്കാൻ ഒന്നുമില്ല വിജിതേ. അവളുമാരിൽ ആരെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കും. ആര്? കുറെ അഭയാർത്ഥികൾ ഇവിടെ കയറി വന്ന് കുടിതാമസം തുടങ്ങിയിട്ടില്ലേ, അവര്. ഇവറ്റകളുടെ ഒക്കെ പേരാരാ ഓർക്കുന്നേ? ഒക്കെ പഠിച്ച കള്ളികളാ. സുധയുടെ അല്ലേ മക്കള്? ശരിയാണല്ലോ, ആരെങ്കിലും എടുത്തതായിരിക്കും. അല്ലാതെ ഫോൺ നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ആരാണെങ്കിലും ശരി, ഇന്ന് കള്ളത്തിന് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം.
ഇവിടെ കാണുന്നില്ല. ഇനി ഒരുത്തിയും കൂടെ കാണാനുണ്ടല്ലോ. അവളെവിടെ? നിങ്ങളോടാ ചോദിച്ചത്. എന്നെയാണോ അന്വേഷിക്കുന്നേ? അതെ. ഞാനും കൂടി ആയ തികഞ്ഞോ? വേറെ രണ്ടെണ്ണം മുകളിൽ വാതിലും അടച്ച് മധുവിധം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയല്ലോ. എവിടുന്ന് വരുന്നോ എന്തോ ഇതുപോലെ നാണോ മാനോ ഇല്ലാത്ത പണ്ടാരങ്ങള്. എന്താണ് നീ പിള്ളേരുടെ അടുത്ത് തൊള്ളവർക്കുന്നേ? എന്താണ് നിനക്ക് വേണ്ടത്? അയ്യോ, എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല. ഓ, അതാണ് ഇത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നം. ഞാനോർത്ത് നിന്റെ കെട്ടിയോനെ കാണാതെ പോയി. കെട്ടിയോനില്ലാത്തത് എനിക്കല്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും അല്ലേ. ഡേ വേണ്ട, അധികം നീ ഞെളിയണ്ട. ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കുന്നു വെച്ചേ ഞങ്ങളോട് എന്തോ ആവാന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് എന്റെ മൊബൈൽ ഫോൺ കിട്ടണം. ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുക, ആരെങ്കിലും എന്റെ ഫോൺ എടുത്തോ? നീ എടുത്തോടി. ഞാനെടുത്തില്ല. നീ എന്റെ ഫോൺ എടുത്തോ? ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ ഒരു അഭ്യാസമായിട്ട് ഇറങ്ങിക്കോളൂ. നീ എടുത്തിട്ടില്ലല്ലോ. ഇല്ലെന്ന് എത്ര തവണ പറയണം? നീ എടുത്തോ? ആ, ഞാൻ എടുത്തു. എടി കള്ളി, എന്നിട്ട് അനങ്ങാതെ നിൽക്കുന്നോ? ഇങ്ങോട്ട് താടി എന്റെ ഫോൺ. തരാൻ ഇപ്പം മനസ്സില്ല. നീ എന്ത് ചെയ്യും? ദേ, എന്റെ ഫോൺ മര്യാദക്ക് തരാനാ പറഞ്ഞത്. നീ എന്ത് ചെയ്യുന്നു കാണട്ടെ. കുറെ ദിവസമായിട്ട് നീ ഓരോ കുത്തുവാക്ക് പറഞ്ഞും കളിയാക്കിയും ഞങ്ങളുടെ മെക്കെട്ട് കേറുന്നുണ്ടല്ലോ. ഇത് കളിയല്ല, ഞാനിത് വലിയ പ്രശ്നമാക്കും. എന്റെ ഫോൺ മര്യാദക്ക് തിരിച്ചു തരുന്നതാ നിനക്ക് നല്ലത്. ഇന്നാ നീ എടുത്തോ. നീ എന്തുവാടി എന്നെ കളിയാക്കുവാണോ? വിജിതേ ഫോൺ കിട്ടിയോ? ദേ, ഇവളെടുത്തുന്ന് തരാൻ മനസ്സിലാന്ന്. എവിടെ വെച്ചിരിക്കുവാടി എന്റെ ഫോൺ? ഞാനത് പുഴുങ്ങി തിന്നു. രാവിലെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നീ എന്താടി ഫോൺ കട്ടെടുത്തൊന്നും പോരാഞ്ഞിട്ട് തർക്കുത്തരം പറയുന്നു? നീലിമ ചേച്ചി ആരുടെ ഫോണൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവൾ എടുത്തുന്ന് പറയുന്നതോ? നിങ്ങൾക്ക് ആളുകളുടെ വർത്തമാനം കേട്ട് അറിയാൻ പാടില്ല എടുത്തോ ഇല്ലേന്ന്. എടുത്തെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെട്ടി തുറന്ന് പറയൂ. നീ അവിടെ ഇരുന്ന് പഠിക്കുമോളെ. ഇവളുടെ പോലീസ് മുറയിലുള്ള ചോദ്യം ചെയ്ത് തീരട്ടെ. ഫോൺ കാണാതായെങ്കിൽ ചോദിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ? കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഞാൻ എന്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ ആരെയും വിളിക്കാറുമില്ല, എന്നെ ആരും വിളിക്കാറുമില്ല. അയ്യ, നീ പിന്നെ എന്തിനാണ് ഈ ചുമ്മാ ഇട്ട് വിളിങ്ങനെ വെകിളി പിടിപ്പിക്കുന്നേ? വിജിതേ, നിന്റെ ഫോൺ ഇവിടെ ആരും എടുത്തിട്ടില്ല. ഈ പിള്ളേരൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ മൊബൈൽ ഫോണുകൾ ഇട്ട് അമ്മാനമാടി വളർന്നവരാ. ഇവരാരും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരെടുത്തു? ആന്റി എടുത്തോ? പിന്നെ 25,000 രൂപയുടെ സ്മാർട്ട് ഫോണാ ഞാൻ ഉപയോഗിക്കുന്നേ. ആർക്ക് വേണോട് ഇതിന്റെ തുക്കടാ ഫോൺ? അപ്പൊ എല്ലാവരും വലിയ സത്യസന്ധരാണല്ലേ. എങ്കിലേ ഞാനതിന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്റെ ഫോൺ എവിടെ പോയിന്ന്. ഫോൺ കട്ടെടുത്തിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കളി ആരാന്നേ ഞാൻ ഇപ്പൊ തന്നെ പറയാം. വെക്കത്തില്ല. അവള് നമ്മുടെ പെട്ടിയും കിടക്കെല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്കുക. ആഹാ, അത്രയ്ക്കായോ? എന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ ഉള്ളൂ. എടി ദീപേ, നിന്റെ ബാഗ് നശിപ്പിച്ചു.
എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഒന്നും വിട്ടുകളയണ്ട, എല്ലായിടവും പരിശോധിച്ചു. ദാ അതെന്റെ ബാഗ്. നിന്റെ അല്ല, മുഖ്യമന്ത്രിയുടെ ബാഗാണെങ്കിലും ഞാൻ പരിശോധിക്കും. പരിശോധിക്കുന്നതൊക്കെ കൊള്ളാം. സാധനങ്ങളെല്ലാം എങ്ങനെ ബാഗിലിരുന്നോ അതുപോലെ തന്നെ തിരിച്ചടുക്കി വെക്കണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കി അപ്പൊ കാണാം. അയ്യോ, എന്റെ ബാഗ് തൊട്ടു പോരുത്. തൊട്ടാ നീ എന്ത് ചെയ്യും? എന്നെ നല്ല ചുട്ട അടി വാങ്ങും. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ബാഗ് തുറക്ക. ഓ, ഇതിനകത്ത് വഴക്കാണോ? എന്താ നീരജെ? ഇവിടെ എന്റെ ബാഗ് പരിശോധിക്കുന്നു. അവള് പരിശോധിച്ചിട്ട് പോട്ടടി. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ആഹാ, എങ്കിൽ ഞാനത് നോക്കിയിട്ട് തന്നെ കാര്യം. ഇങ്ങോട്ട് തന്നെ. നിനക്ക് ചുണയുണ്ടെങ്കിൽ പരിശോധിക്കടി. വിജിതേ, നിനക്ക് അത്രയ്ക്ക് കൊതിയാണെങ്കിൽ എന്റെ ബാഗ് എടുത്ത് വെച്ച് പരിശോധിക്കേ. വേണ്ട, എനിക്ക് ഇവളുടെ ബാഗ് മാത്രം പരിശോധിച്ചാൽ മതി. ഇങ്ങോട്ട് തന്നെ. അങ്ങോട്ട് മാറടി. എന്റെ കയ്യിൽ നിന്ന് വിട്. നീരജെ, അവള് നോക്കട്ടെ എന്ന്. ഇല്ല അമ്മേ, സമ്മതിക്കില്ല ഞാൻ. ഓ, അപ്പൊ അതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ബാഗ് പരിശോധിച്ചാൽ എന്താ കുഴപ്പം? ആ, അതന്നെ. ഇങ്ങോട്ട് തന്നെ, ഞാൻ നോക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. വിട്. നീരജെ, വെറുതെ നീ കള്ളിയാവണ്ട. അവള് പരിശോധിച്ചിട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ വേണ്ട. പറയുന്നത് അങ്ങ് വിശ്വസിച്ചാ മതി. എന്റെ ബാഗിൽ ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല, അത്ര തന്നെ. ഓ, കള്ളൻ കപ്പലിൽ തന്നെ മനസ്സിലായി. സുധേ, നീ ഇങ്ങനെയാണോ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത്? ആ, ഒരു കണക്കിന് നന്നായി. വല്ലവന്റെ മുതല് മേടിച്ചോ പിടിച്ചു പറിച്ചോ ജീവിച്ചോളും. വേറെ ഗതിയില്ലല്ലോ. കുഞ്ഞമ്മേ, വേണ്ടാതീനം പറയണ്ട. ഞങ്ങൾ ആരുടെയും കട്ടും മോട്ടിച്ചും പിടിച്ചു പറിച്ചൊന്നും അല്ല ജീവിച്ചത്. നല്ല ആർഭാടമായിട്ട് സുഖിച്ച് ജീവിച്ചവരാ ഞങ്ങള്. നിങ്ങൾ ഇന്നലെയല്ലേ ഇതൊക്കെ കാണുന്നത്? എങ്കിൽ പിന്നെ ബാഗ് പരിശോധിച്ചാൽ എന്താ? അതിന് നിങ്ങൾ ഒരു മറുപടി പറ. മോളെ, നീ ആ ബാഗ് വിട്ടുകൊടുത്തേക്ക്. അവള് കൊതി തീരുന്നവരെ പരിശോധിക്കട്ടെ. ഇങ്ങോട്ട് തന്നെ. വേണ്ടമ്മേ, നമ്മൾ എന്തിനാ സമ്മതിച്ചു കൊടുക്കുന്നേ? നീ ആ ബാഗ് കട്ടിലേക്ക് വെക്കേ. അമ്മേ, പറഞ്ഞതനുസരിക്കാൻ. ഇങ്ങോട്ടാ, ഇങ്ങോട്ടാ. വിജിതേ, നിന്റെ പരിശോധന നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഫോൺ നീ ഇതിന്റെ അകത്തുനിന്ന് കണ്ടെടുത്തിരിക്കണം. കിട്ടിയോടി നിന്റെ ഫോൺ? ഇനി എന്റെ ബാഗും പെട്ടിയും കൂടി പരിശോധിക്കണോ? കള്ളിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, അതാരാണെങ്കിലും. മാറ്. എല്ലാം അടുക്കി വെച്ചിട്ട് പോയാ മതി. നീ റെയ്ഡ് നടത്തിയതല്ലേ? അടുക്കി വെക്കണേ. അത് കഴിഞ്ഞിട്ടേ നിന്റെ അമ്മായിയമ്മയുടെ മടിശീല കൂടി പരിശോധിക്കണേ. എന്തായാലും നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയതല്ലേ.
അർജുനേട്ടൻ ഇരിക്കെ. ശിവജി ഇപ്പൊ വരും. എന്താ പുതിയ വാർത്ത? ശിവജിക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ അർജുനേട്ടൻ ഈ അടുത്തെങ്ങാനും വീട്ടിൽ പോയിരുന്നോ? പെരുമ്പാവൂർക്ക്. എവിടെ വീട്? അച്ഛനും അമ്മയും പൗത്രൻ വാടക വീട്ടിലല്ലേ? തറവാട് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് വീട് ഒഴിപ്പിച്ച് കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാ. മേക്കമിൻ കയറി വരൂ. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യായിരുന്നു. ശിവജി എന്തോ സന്തോഷ വാർത്തയായിട്ട് വരുമെന്ന് അമ്മ പറഞ്ഞു. സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റില്ല. ഇരിക്കെ. ഞാൻ കാസർഗോഡ് വരെ പോയിരുന്നു. അവിടെ നിന്ന് മുള്ളേരിയ വഴി സുള്ളിയേക്കൊരു റോഡുണ്ട്. സുള്ളിയ? അത് കർണാടകയിലല്ലേ? നമുക്ക് സുള്ളി വരെ പോകണ്ട. അതിനപ്പുറത്ത് പാണത്തൂർ എന്നൊരു ഗ്രാമമുണ്ട്. അതിന്റെ പകുതി ഭാഗം ഒരു ജന്മിയുടെ കൈവശമാണ്. അവിടെ ഇപ്പൊ ജന്മിത്തൊക്കെ ഉണ്ടോ? ഒരു ഭംഗിക്ക് വേണ്ടി ജന്മി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഭൂ ഉടമയുടെ പേരാണ് സദാനന്ദ ഷെട്ടി. അയാളുടേതാണ് XUV 500 എന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഈ സദാനന്ദ ഷെട്ടിയുടെ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ പാണത്തൂർ വരെ പോയിരുന്നു. സംഭവം ശരിയാ. അയാളുടെ കോമ്പൗണ്ടിൽ കിടപ്പുണ്ട് ആ XUV.